ഇന്ന് നമുക്കൊരു വെറൈറ്റി പഴംപൊരി ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ദിവസമായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പലരും ഉണ്ടാക്കി കാണുന്നു. എങ്കിൽ പിന്നെ അതൊന്ന് പരീക്ഷ നോക്കാമെന്ന് ഓർത്തേ. അപ്പം അതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു തവി മൈദ എടുത്തിട്ടുണ്ട്. ഒന്നല്ല, ഒരു 1.5 തവി മൈദ എടുക്കുവാണേ. അതുകൊണ്ട് ഒരു തവി കടലപ്പൊടി ചേർക്കുന്നുണ്ട്. ലേശം അരിപ്പൊടി, അതായത് ഒരു 1/4 തവി അത്രയും അരിപ്പൊടി ഇടുന്നുണ്ടേ, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതിടുവാണേ. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതിടുവാണേ. 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതിടുവാണേ. ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുവാണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. ഞാനിവിടെ ചെറിയ സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ലേശം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ഇട്ടെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണ്ടി വരും. കുറച്ചുകൂടെ വെള്ളം വേണം. വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ളം നമ്മൾ നോക്കി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ പഴംപൊരിയുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നിർത്താം. ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പൊരിക്കാനുള്ള പഴവും മുറിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴത്തിന് 2ആയിട്ട് മുറിച്ചിട്ട് വീണ്ടും അതിനെ 3ആക്കി മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് പൊരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഇത് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ മുക്കി നമ്മൾ പൊരിക്കാനായിട്ടിടാം. എന്തോ കഴിഞ്ഞു. ഇത് നമ്മുടെ പഴംപൊരി കുറച്ച് ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ടേ. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം കുറച്ചുകൂടെ ഉണ്ട്. ഫാൻ അടി കൊടുക്കാം. നല്ല അടി കൊടുക്കാൻ പോട്ടെ കേട്ടോ. ഇവിടെ പഴംപൊരി സെറ്റായിട്ടുണ്ടേ. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കൊടുക്കാം. ആൾക്കാർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഒരാൾ പഴംപൊരി ആദ്യത്തെ ട്രിപ്പ് ഇട്ടപ്പോഴേ എൻ്റെ അടുത്തുനിന്ന് മാറാതെ നിൽക്കുക. ചൂടായത് കാരണം തണുക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയേക്കുമായിരുന്നു അല്ലേ ആദ്യം. അതിവിടെ തിന്നാൻ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ആദ്യയുടെ ഫേവറേറ്റ് സാധനമാണ് സോസ്. കുറേ തിന്നൂടെ അതൊക്കെ. ഇത് പുതിനയിലേക്ക് ഇട്ട് ലൈം ടീ ആണ്. ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പം എന്താ അതിൻ്റെ ടേസ്റ്റ്?
പഴംപൊരിയും മുളക് ബജിയും കൂടെ മിക്സായ ടേസ്റ്റാ. ഞാൻ എന്തുകൊണ്ട് കൊടുത്താലും ടേസ്റ്റി എന്ന് പറയാൻ എനിക്കൊരാളുള്ള കാരണം കാര്യമായി. ടേസ്റ്റ് ഉണ്ടോ? അത് എരിവുണ്ടാ? ഇല്ലേ? ഇതാണോ നല്ലത്? നമ്മളെ സാധാ പഴംപൊരിയാണോ നല്ലത്? ഇതാണോ നല്ലത്? അപ്പോൾ എല്ലാവരും ഈ സാധനം ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.